ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ മകനെതിരെ ഉയർന്ന കോഴയാരോപണം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെയും സംശയത്തിന്റെ മുൾമുനയിലാക്കിയിരിക്കുകയാണ്. ആന്റണി രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന കാലത്ത് മകൻ പ്രതിരോധ രഹസ്യങ്ങൾ വിറ്റുവെന്ന ആരോപണം അദ്ദേഹത്തിന്റെ അഴിമതിരഹിത പ്രതിച്ഛായയ്ക്ക് കടുത്ത കളങ്കം ചാർത്തുന്നതാണ്. പ്രതിരോധ ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് അറിഞ്ഞാണ് അനിൽ ബി.ജെ.പിയിൽ ചേർന്നതെന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. ദേശീയതയും ദേശസ്നേഹവുമൊക്കെ തരാതരം പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വാരി വിതറുന്ന ബി.ജെ.പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് വിറ്റുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി പറയാനാവാതെ കറങ്ങുകയാണ് ബി.ജെ.പി. നേതൃത്വം. യു.പി.എ. ഭരണകാലത്ത് പ്രതിരോധ രഹസ്യങ്ങൾ അടങ്ങിയ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ അനിൽ വിറ്റ് കാശാക്കിയെന്ന അത്യന്തം ഗുരുതരമായ ആരോപണമാണ് നന്ദകുമാർ ഉന്നയിച്ചത്. ഈ ആക്ഷേപം ചെന്ന് തറയ്ക്കുന്നത് ആന്റണിക്ക് മേലാണ്. ഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് അനിലും കൂട്ടരും കച്ചവടം നടത്തിയതെന്നാണ് ദല്ലാളിന്റെ ആക്ഷേപം. 6 പതിറ്റാണ്ട് നീണ്ട അഴിമതി വിരുദ്ധ പൊതുജീവിതത്തിൽ ആന്റണിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആക്ഷേപം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. മകനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. രാജ്യരക്ഷയുടെ വിവരങ്ങൾ ചോർത്തിവിറ്റ വ്യക്തിയെ ചുമക്കുന്നതിന്റെ ജാള്യത ബി.ജെ.പിക്കുണ്ട്. ആരോപണം ഉന്നയിച്ച ദല്ലാൽ നന്ദകുമാറിന്റെ വിശ്വാസ്യത പൂർവാശ്രമത്തിലെ ഇടപാടുകൾ എന്നൊക്കെ പറയാമെങ്കിലും മറ്റൊരു അഴിമതിക്കാരനെ കൂടി വാഷിംഗ് മെഷീനിലിട്ട് അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപം ബി.ജെ.പിക്ക് മേലുണ്ട്. അനിലിനെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ദേശീയ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വങ്ങൾ ഇനിയും മുന്നോട്ട് വന്നിട്ടില്ല. സ്ഥാനാർത്ഥിയാക്കിയ സ്ഥിതിക്ക് തൽക്കാലം ഒന്നും വിശദീകരിച്ച് കുഴപ്പിക്കേണ്ട എന്ന ധാരണയിലാണ് അവർ. ആന്റണിയുടെ മകനായതുകൊണ്ട് കോൺഗ്രസുകാരും മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. ഹൈക്കോടതിയിലെ CBI കോൺസൽ നിയമത്തിനായി ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 25 ലക്ഷം വാങ്ങിയെന്ന ആരോപണം അനിൽ ഒഴുക്കൻ മട്ടിൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് P.J. കുര്യൻ പണമിടപാടിനെക്കുറിച്ച് സ്ഥിരീകരണം നൽകിയതോടെ സ്ഥിതി പരുങ്ങലിലായി. അനിൽ ആന്റണി പണം മടക്കി നൽകാനുണ്ടെന്ന് പറഞ്ഞ് ദല്ലാൽ നന്ദകുമാർ തന്നെ ഒരിക്കൽ കണ്ടിരുന്നതായി അക്കാലത്ത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന P.J. കുര്യൻ തുറന്നു പറഞ്ഞതോടെ നന്ദകുമാറിന്റെ ആരോപണത്തിന് ബലമേറി. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് വലിയ അവകാശവാദങ്ങൾ പ്രധാനമന്ത്രി മോദി നിരത്തുന്നതിനിടയിലാണ് പാർട്ടി എ ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥി തന്നെ അഴിമതി കേസിൽ ആരോപണ വിധേയനാകുന്നത്. അഴിമതി കുരുക്കിൽ പെട്ടുപോയ കോൺഗ്രസിനെയും ബി.ജെ.പിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ അവസരം കിട്ടിയിട്ടും മുതലെടുക്കാൻ ധൈര്യമില്ലാതെ ഇടതുമുന്നണി. മക്കളുടെ കഥകൾ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന എ.കെ. ആന്റണിയുടെ മുന്നറിയിപ്പ് CPM-നുള്ള താക്കീതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ മകളടക്കം ഇടതുപക്ഷത്തെ പല നേതാക്കളുടെ മക്കളും അഴിമതി ആരോപണങ്ങളുടെ ശരശയ്യയിലാണ്. LDF കൺവീനർ E.P. ജയരാജന്റെ ഭാര്യയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും റിസോർട്ട് ബിസിനസിൽ പങ്കാളികളാണെന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എ.കെ. ആന്റണിക്കും മകനും നേരെ മിണ്ടാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് LDF. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികളും ഈ വിഷയം അധികം വഷളാക്കാതെ ഒത്തുതീർപ്പിലെത്തിക്കാനാണ് സാധ്യത കൂടുതൽ.